വേദനിപ്പിക്കുന്ന ഒരു വാർത്തയോടെയാണ് ഇന്നത്തെ ഹാപ്പനിങ് അവേഴ്സ് തുടങ്ങേണ്ടി വരുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ ഷൈനിന്റെ പിതാവ് ചാക്കോ മരിച്ചു. കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം ലോറിക്ക് പിന്നിലിടിച്ചാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ സേലത്ത് വെച്ചായിരുന്നു അപകടം. ഷൈനിന്റെ അമ്മയ്ക്കും ഷൈനിനും പരിക്കേറ്റിട്ടുണ്ട്. സഹിൻ ആന്റണിയാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷൈനുമായി ബംഗളൂരുവിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. പേഴ്സണൽ അസിസ്റ്റൻ്റാണ് വാഹനം ഓടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനാകുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ ഷൈൻ്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? അമ്മയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ബിനില്, ഇന്ന് പുലർച്ചെയാണ് ഷൈൻ ടോം ചാക്കോ സഞ്ചരിച്ച വാഹനം, അതായത് ഒരു ഇന്നോവ കാറായിരുന്നു ഈ വാഹനം, ഒരു ലോറിയുടെ പിന്നിലിടിച്ച് ഷൈൻ്റെ പിതാവ് ചാക്കോ തൽക്ഷണം മരണപ്പെട്ടത്. ഷൈൻ്റെ കൈക്ക് കാര്യമായ ഒടിവുണ്ട്. ഒപ്പം തന്നെ ഷൈൻ്റെ മാതാവിന് പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ ഷൈൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, പാച്ചു എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് കൂടി പരിക്കുണ്ട്. അങ്ങനെ 4 പേരായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് അവർ ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചത്. ഷൈൻ നമുക്കറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി ഷൈൻ ലഹരി മുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. മുൻപ് ഈ ചികിത്സ ആരംഭിച്ചത് ബംഗളൂരുവിലായിരുന്നു. ഇതിനിടയിലായിരുന്നു ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൈനെ എക്സൈസ് ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. തുടർന്ന് പൈങ്കുളത്ത് ചികിത്സ പൂർത്തീകരിക്കുകയായിരുന്നു. എന്നാൽ ബംഗളൂരുവിൽ ചികിത്സ ആരംഭിച്ചപ്പോൾ തന്നെ ഷൈൻ മുഴുവൻ കാശും അവിടെ ചികിത്സയുടെ ഭാഗമായി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗളൂരുവിലെ ചികിത്സ കൂടി പൂർത്തീകരിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം അമ്മയും അച്ഛനും പ്രകടിപ്പിച്ചു. ഇതേ തുടർന്ന് ഇന്നലെ വൈകുന്നേരമാണ് ഷൈനും അമ്മയും അച്ഛനും ഒപ്പം പേഴ്സണൽ അസിസ്റ്റന്റും അടങ്ങുന്ന 4 പേരുടെ സംഘം ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചത്. ഇന്ന് പുലർച്ചെ സേലത്ത് ധർമ്മപുരിയിലെ പാലക്കോട് എന്ന സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് ഒരു ലോറിയുടെ പിന്നിൽ പോയി ഇടിക്കുകയായിരുന്നു. ഡ്രൈവർ അല്ലെങ്കിൽ ഈ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹം ഉറങ്ങിപ്പോയിരിക്കാം, അതാണ് അപകട കാരണമെന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത്. എന്തായാലും ഷൈനെ ഇപ്പോൾ ധർമ്മപുരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈക്ക് കാര്യമായ ഒടിവുണ്ട്. ആ കൈ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ശസ്ത്രക്രിയ അല്പനേരത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയും സഹായിയും ഇപ്പോൾ അവിടെ ചികിത്സയിലാണ്. മൃതദേഹം അതേ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സയുടെ ഭാഗമായി ബംഗളൂരുവിലേക്ക് പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. സേലത്തെ ധർമ്മപുരിക്കടുത്ത് വെച്ചുള്ള പാലക്കോട് സ്റ്റേഷൻ പരിധിയിലാണ് അപകടമുണ്ടായത്. ബില്ല് സഹിൻ, ഈ വാഹനം പുലർച്ചെയാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് സഹിൻ ഇപ്പോൾ വ്യക്തമാക്കിയല്ലോ. എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭ്യമാകുന്നുണ്ടോ? ഡ്രൈവർ ഉറങ്ങിപ്പോയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമാണോ കാരണം എന്നെ സംബന്ധിച്ച് കൃത്യമായ ഒരു സ്ഥിരീകരിച്ച വിവരമുണ്ടോ സഹിൻ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിന്നിൽ, അതായത് ധർമ്മപുരി ഈ പറയുന്ന സ്ഥലം സേലത്ത് നിന്ന് ബംഗളൂരിലേക്ക് പോകുന്നത് ഒരു തുറന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിലായിരിക്കും ഇതുവഴി വാഹനങ്ങളെല്ലാം പോകുക. പ്രത്യേകിച്ച് പുലർച്ചെയാണ്. നമ്മൾക്കറിയാം, നമ്മളൊക്കെ പുലർച്ചെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. പരമാവധി ആക്സിൽ കൊടുത്തായിരിക്കും, പരമാവധി വേഗത്തിലായിരിക്കും വാഹനങ്ങൾ പോകുന്നത്. ഈ സമയത്ത് പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ഒരു ലോറിയുടെ പിന്നിലാണ് ഈ വാഹനം പോയി ഇടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദഗ്ധരൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ വാഹനം ഓടിച്ച പരിചയ സമ്പത്തുള്ള ആളുകൾ പറയുന്നത്, ഈ വാഹനത്തിലെ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് വാഹനം ചവിട്ടി മുന്നിൽ പോയ വാഹനം ചവിട്ടി നിർത്തിയത് കൊണ്ട് സംഭവിച്ചിരിക്കുന്ന അപകടമായിരിക്കും. ഇതിൽ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വാഹനം ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയിരിക്കാം, അങ്ങനെ അപകടം സംഭവിച്ചിരിക്കാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹായികളും എല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ ഷൈൻ അടക്കമുള്ള ആളുകളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ അതിന് പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം വിദഗ്ധ ചികിത്സ അവർക്ക് ആവശ്യമാണ്. ആ ചികിത്സ നൽകാനുള്ള ഒരു നീക്കത്തിലാണ് ആരോഗ്യ വിഭാഗം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ചികിത്സ നൽകാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹിൻ, ഇപ്പോൾ ഈ ചികിത്സ നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഷൈൻ്റെ പിതാവിൻ്റെ മൃതദേഹം എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക? അവരെ ഈ ആശുപത്രി മാറ്റുന്നുണ്ടോ? നിലവിൽ തമിഴ്നാട്ടിലെ ആശുപത്രിയിലാണല്ലോ. അപ്പോൾ അവിടെ തന്നെ ചികിത്സ തുടരുകയാണോ, അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കായി കേരളത്തിലേക്കോ അല്ലെങ്കിൽ ബംഗളൂരുവിലേക്കോ അങ്ങനെ കൊണ്ടുപോകുമോ? അങ്ങനെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? ആരാണ് ഇക്കാര്യം അറിയിച്ചത്? ആരാണ് ഇപ്പോൾ ഇത് കാര്യങ്ങളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത്?
സിനിമാ സംഘടനകൾ തന്നെയാണ് കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. രാവിലെ തന്നെ സോൻ സിനുലാൽ അടക്കമുള്ള ഫെഫ്കയുടെ ജനറൽ ജോയിന്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകളൊക്കെ ഇതിൽ കാര്യമായി ഇടപെടുന്നുണ്ട്. ഫെഫ്ക കാര്യമായി ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അമ്മ സംഘടനകൾ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ ആദ്യം നടത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനുശേഷം മറ്റു നടപടികളിലേക്ക് പോകാം എന്നുള്ളതാണ്. മൃതദേഹം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങോട്ടേക്ക് മാറ്റണം എന്നുള്ളത് അതിനുശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുക. ഇപ്പോൾ അടിയന്തരമായി അവർക്ക് വൈദ്യസഹായം നൽകുക, ആ വൈദ്യസഹായം നൽകുന്നതിന് വേണ്ട നടപടികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബില്ല് ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ദാരുണമായ അപകടമാണ് ധർമ്മപുരിക്ക് സമീപം വെച്ച് ഉണ്ടായിട്ടുള്ളത്. ബംഗളൂരുവിലേക്കുള്ള യാത്രയിലായിരുന്നു ഷൈൻ ടോം ചാക്കോയും കുടുംബവും. ആ യാത്ര ഷൈൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ രാസലഹരി എല്ലാം തന്നെ താൻ ഉപയോഗിക്കും എന്ന് തുറന്നു പറയുകയും അതിൽ നിന്ന് മോചിതനാവാൻ താൻ ശ്രമിക്കുകയാണ്, ചികിത്സ തേടും എന്നുള്ളത് നിയമപരമായി തന്നെ എക്സൈസിന് മുൻപിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു ഷൈൻ ടോം ചാക്കോ. അതിൻ്റെ ചികിത്സയായിരുന്നു, ഡി അഡിക്ഷൻ ചികിത്സയായിരുന്നു ബംഗളൂരിൽ വെച്ച് നടന്നുകൊണ്ടേയിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഷൈനും പിതാവും മാതാവും പേഴ്സണൽ അസിസ്റ്റൻറ്റും കൂടി ആ ഇന്നോവ കാറിൽ യാത്ര തിരിച്ചത്. പക്ഷേ ആ യാത്ര ഒരു വല്ലാത്ത യാത്രയായി പോയി. പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഷൈൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ് വാഹനം ഓടിച്ചത്. നിരവധി സാധ്യതകളുണ്ട്. വളരെ വേഗത്തിൽ പോകാനാവുന്ന, നമ്മളിപ്പോൾ കേരളത്തിൽ പണിയുന്നത് പോലെയുള്ള ദേശീയപാത 66 സമാനമായിട്ടുള്ള റോഡാണ് ഈ പറയുന്ന സേലം ബംഗളൂരു ദേശീയപാത എന്ന് പറയുന്നത്. പാലക്കാട് കോയമ്പത്തൂർ സേലം വഴി ബംഗളൂരുവിലേക്ക് പോകുന്ന പാത. ആ പാതയിലൂടെ വളരെ വേഗത്തിൽ പോകാനാവുകയും ചെയ്യും. 120 കിലോമീറ്റർ സ്പീഡിൽ വരെ പരമാവധി വേഗത്തിൽ പോകാനാവുന്ന ഒരു പാതയാണ്. അപ്പോൾ ആ പാതയിൽ പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമുക്കൊരു അനുമാനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. എന്തായാലും ഷൈൻ്റെ പിതാവിന് ദാരുണമായ അന്ത്യം ഉണ്ടായിരിക്കുന്നു. ഷൈനും അമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ചെറിയ പരിക്കുകൾ ഉണ്ട്, പക്ഷേ ചില ഗുരുതരമായ പരിക്കുകൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സഹിൻ ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത്.